ഇത് സീത. അമ്മേ, ഇവളെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോണേ. അമ്മ ഒന്നുകൊണ്ടും കവലപ്പെടാതിങ്കേ. ഇത് അവിടുത്തെ തേവരുടെ ആകെയുള്ള തങ്കച്ചിയാ, തമിഴുട്ടി. വീട്ടുകാരൊക്കെ എന്ത് സ്വഭാവം എന്നറിയാമോ? പിന്നെ അവരെ തല്ലുകൊണ്ട് ചാവണ്ടെന്ന് കരുതിട്ടാ ഈ മുതലും കൊണ്ട് ഇങ്ങോട്ട് വന്നേ. എന്റെ ഈശ്വര, ഞാൻ എന്തായി കേക്കുന്നേ? ഇനി അവരൊക്കെ കൂടി ഇവിടെ അന്വേഷിച്ചു വന്ന്. അമ്മ ഇപ്പൊ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. വാ മോളെ. ആ നിൽക്കും മോളെ, വലതുകാല് വെച്ച് ഐശ്വര്യമായിട്ട് കയറിക്കോളൂ. വാ. എന്നെ ഉപദേശിച്ച് നന്നാക്കാൻ നടന്നവനാ ഇപ്പൊ എന്തായി? അന്യനാട്ടിൽ നിന്നൊരു തമിഴത്തി പെണ്ണിനെ അടിച്ചോണ്ട് വന്നിരിക്കുന്നു. ഇതിപ്പോ ഒരു നാണക്കേറുണ്ടോ? ഇനി നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കാനാ? നാട്ടുകാരുടെ മുഖത്തെ ഇയാള് കൂടുതൽ നോക്കിയതിന്റെ ഫലമായി ഇപ്പൊ ഞങ്ങളൊക്കെ അനുഭവിച്ചോണ്ടിരിക്കുന്നേ. ഇനി ഈ പാണ്ടിപ്പടകളൊക്കെ കൂടി പടകളി ഇങ്ങോട്ട് എത്തുമെന്നാ എനിക്ക് തോന്നുന്നത്. വരട്ടടോ, പടകളി തന്നെ വരട്ടെ. ഇത്രയും നാളത്തെ എന്റെ കല്യാണ പാരമ്പര്യത്തിൽ ഇതുപോലൊരു നിറകേട് ഞാൻ ചെയ്തിട്ടില്ല. ഓരോന്നിനെയും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുമ്പിൽ വെച്ച് താലി കെട്ടി തന്നെയാ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്, അല്ല തട്ടിക്കൊണ്ടുവന്നതല്ല. നിങ്ങളുടെ മറ്റു മക്കളെ പോലെ അല്ല അവൻ. അവൻ ഒരു എല്ല് കൂടുതലാ, അനുഭവിക്കട്ടെ. നീ പറഞ്ഞു തന്നെയാ ശരി, അവൻ അനുഭവിക്കും. അത്രയ്ക്ക് ഗുരുത്വദോഷിയാ അവൻ. ഇവന്റെ കല്യാണത്തിന് മണിയറ ഒരുക്കാൻ ഞാനുണ്ട്. എന്റെ കല്യാണത്തിന് ആ കൊല്ലംകോടുള്ള തമിഴന്മാരെല്ലാരും കൂടി എനിക്കൊരു കല്ലറ എല്ലാം ഒരുക്കി തരുന്ന തോന്നണേ. ഉണ്ടാത്തേലും ഭേദല്ല കൊഞ്ഞപ്പ്. എന്തെങ്കിലാവട്ടെ, നമുക്കൊക്കെ ആര് പെണ്ണ് തരാൻ? ഉണ്ണിയേട്ടാ, ഇപ്പഴാ ശരിക്കും ഒരു മലയാളി പെണ്ണായത്. ഞാൻ മലയാളി തന്നെയാ. ഞാൻ വിചാരിച്ചു ബംഗാളി പെണ്ണായിരിക്കുന്നു. മന്നിക്കണം, ചെയ്തത് തെറ്റാണെന്നറിയാം, പക്ഷെ വേറെ ഒരു വഴിയും കാണാത്തുണ്ട്. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയി. വായ് മുഴുവൻ നായേ, നീ എങ്ങളെ പറ്റി എന്നെ നിனைச்ச? അല്ല, വാടി വീട്ടിക്ക്, വീട്ടിക്ക് വാടി. ദൈവത്തോർത്ത് ഞാൻ പറയുന്നു. പാണ്ഡികളെല്ലാവരും കൂടി നമ്മുടെ ഉണ്ണിയെ തല്ലി ചതച്ചു എന്നറിഞ്ഞിട്ടും അച്ഛൻ ഒന്നും മിണ്ടാതിരിക്കുന്ന എന്താണെന്നാ ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. വീറും വാശിയുള്ള അച്ഛന്റെ മക്കളാണ് ഞങ്ങളെങ്കിൽ ഇതിന് പകരം ചോദിച്ചിരിക്കും. അച്ഛന്റെ സമ്മതത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ കാത്തു നിൽക്കുന്നത്. അച്ഛനൊന്ന് മൂളിയാ മതി. കോയിക്കൽ മാധവ പണിക്കരുടെ മക്കൾ ആരാണെന്ന് ഞങ്ങൾ ആ തേവർമാർക്ക് കാണിച്ചു കൊടുക്കും. ഇനിയെങ്കിലും വാശിയും വൈരാഗ്യവും കളഞ്ഞ് അച്ഛൻ ഞങ്ങളോടൊപ്പം നിൽക്കണം.
എന്റെ കളരിപ്പരമ്പര ദൈവങ്ങളെ, കൃഷ്ണ, ഗുരുവായൂരപ്പ, എനിക്കും എന്റെ മക്കൾക്കും ശക്തി തരണേ. മക്കളെ, നമുക്ക് പുറപ്പെടാം അംഗത്തിനായി പാണ്ഡ്യനാട്ടിലേക്ക്. யாரா அங்க? என்னடா எங்க வீட்டுக்கு வந்து எங்களையே மிரட்டுறையா? നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ഒരു അപേക്ഷയുമായിട്ട് വന്നതാ. என்னடா பெரிய வேண்டுதல்? முதல்ல எல்லாம் எங்க இருந்து கிளம்பிடு. ദേവൻ അങ്ങനെ പറയരുത്. ഉണ്ണികൃഷ്ണൻ ചെയ്ത തെറ്റ് നിങ്ങൾക്ക് ആർക്കും പൊറുക്കാനാവാത്താന്ന് എനിക്കറിയാം. ഇവന് വേണ്ടി നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കാം. தப்பு செஞ்சுட்டு மன்னிப்பு கேக்குறியா? നടന്നതൊക്കെ നടന്നു. നിങ്ങളുടെ പെങ്ങളെ എന്റെ മോന് കല്യാണം കഴിച്ചു കൊടുക്കണം. അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. இந்த விஷயத்தை எங்க மூஞ்சே பார்த்து சொல்றதுக்கு உனக்கு எப்படிடா தைரியம் வந்தது? ஏன்டா பாத்துட்டு நிக்கிற? இவங்களை தூக்கி வெளியில போடுங்க. അങ്ങനെ പോകാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. ഒരു യുദ്ധത്തിന് വേണ്ടി വന്നവരല്ല ഞങ്ങൾ. എല്ലാം രമ്യതയിൽ അവസാനിപ്പിക്കുന്നതല്ലേ നമുക്ക് എല്ലാവർക്കും നല്ലത്. இல்லைன்னா நீ என்ன பண்ணுவ? പണ്ണാമൊക്കെ ഉണ്ട്. ഉണ്ണി പോയി സീതയെ വിളിച്ചിട്ട് വാടാ. കൊച്ചാപ്പി അച്ഛൻ തരുന്ന. നീ പോയിക്കോ. നീ വിട്ടോ. என்ன மன்னிச்சிடுங்க. இவங்க எல்லாம் யாரு?
മക്കളെ അയ്യോ അച്ഛാ 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 കൊച്ചാപ്പി ഓടി പോയി കുറച്ച് വെള്ളം കൊണ്ടുവാ അച്ഛാ 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 ഉണ്ണീഷിന്റെ വെള്ളം ഇങ്ങ കൊടുങ്ങ ஆமாங்க இப்ப பேரையாவது உங்களுக்கு ஞாபகம் இருக்கே அதுவே போதும் எனக்கு எப்படி மறக்க முடியும் எனக்கு தெரியும் உங்களால என்ன மறக்க முடியாதுன்னு அன்னைக்கு பாலக்காடுல வச்சு இந்த மோதிரத்தை என் கையில போடும்போது நீங்க என் தலையில அடிச்சு சத்தியம் பண்ணீங்களே நீங்க உடனே திரும்பி வரேன்னு எல்லாம் நேற்றுக்கு நடந்த மாதிரி தோணுது ஆனா ஒன்னும் மனப்பூர்வமாக இல்லை எல்லாம் விதிதான் ஆமாங்க எல்லாம் என் தலைவிதிதான் எங்க அப்பா நம்ம கல்யாண விஷயத்தை பற்றி உங்க வீட்டுக்கு பேச வந்த போது ஏற்கனவே உங்களுக்கு 2 கல்யாணம் ஆயிடுச்சுன்னு எங்க அப்பாவுக்கு தெரிஞ்சு போச்சு வேற கல்யாணம் பண்றதுக்கு பல முறை எங்க அப்பா என்ன ஃபோர்ஸ் பண்ணிட்டே இருந்தது ஆனா என்னால முடியலைங்க கடவுள் சத்தியமா இன்னும் உங்க மனைவியா தான் நான் வாழ்ந்துட்டு இருக்கேன் அழாதீங்க பரவாயில்ல இது பாழா போன ஒரு காதல் கதை இதா பாருங்க இதுதான் என் மகன் ഉണ്ണീഷ്ണ ചതിച്ചോടാ നടക്കില്ലടാ എന്താ? ഈ കല്യാണവും നടക്കില്ല ഇത് നിന്റെ അച്ഛന്റെ ഭാര്യ ഇത് അവരുടെ മകള് അപ്പൊ നിങ്ങൾ നമ്മള് സിസ്റ്റേഴ്സ് வாய முடுறா சீது என் மக மாதிரின்னு தான் சொல்ல வந்தேன் ഇവ എണ്ണ മകൻ എന്റെ ഗീവറീസ് പുണ്യാളാ അല്ലെങ്കിൽ എനിക്ക് ചിലരൊക്കെ ഇവിടെ കൊല്ലണ്ടി വന്നേനെ மாமி இவர்தான் നമസ്കാരം எனக்கெல்லாம் புரிஞ்சு போச்சு நீ கவலைப்படாத உன் கல்யாணத்தை நான் நடத்தி வைக்கிறேன் மாமி உங்களை ஏமாத்திட்டு போன இந்த அயோக்கிய மகனுக்கா நம்ம சீதாவே நிறுத்துங்கடா எவ்வளவு ஜகஜால கில்லாடியா இருந்தாலும் என்ன பொறுத்த வரைக்கும் இவர் எனக்கு கணவர் தான் கோய்க்கல் ஃபேமிலின்னா ரொம்ப பெரிய ஃபேமிலிடா இவர் மட்டும்தான் எப்படி ஆயிப்போச்சு ஆம்பளைங்க நிறைய வாட்டி கல்யாணம் பண்றது ஒரு அந்தஸ்தா நினைக்க கூடாது ശബത്തെ കുത്താതെ തലമേലും ഞാൻ ചെയ്ത തെറ്റുകളുടെ ഫലമാ ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് வாடி என் பொண்ணு நமக்கு நடக்காம போன கல்யாணம் நம்ம பசங்களுக்காக நடக்கட்டும் സംഗതി ഇത്രയായ സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചോ ഉണ്ണികൃഷ്ണന്റെ അച്ഛന് ഈ തമിഴ്നാട്ടിൽ നിന്ന് പുതിയൊരു സെറ്റപ്പ് തുടങ്ങിയാ കൊള്ളാന്ന് ആഗ്രഹം ഉണ്ടോ എന്റെ കൊച്ചാപ്പി സ്വർഗം മുഴുവൻ എന്റെ കയ്യിലേക്ക് തരാന്ന് പറഞ്ഞാലും ഞാനില്ല ഞാൻ നിർത്തി എനിക്ക് ഇപ്പൊ ഉള്ളതുകൊണ്ടതൊക്കെ ഞാൻ സന്തോഷമായിട്ട് ജീവിച്ചോളാം